സർ, ഒരു പ്രതീക്ഷയും ഈ നയപ്രഖ്യാപനം സമൂഹത്തിന് മുന്നിൽ വെക്കുന്നില്ല എന്നതാണ് വസ്തുത. സർ, സൂക്ഷ്മവായനയിൽ ആ നയരാഹിത്യം നിഷ്ക്രിയത്വത്തിൻ്റേതാണ്. ഈ നയം കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിന് ഉതകുന്നതല്ല. മാത്രമല്ല, കേരളത്തിൻ്റെ തകർച്ചയ്ക്ക് വഴിവെക്കുന്നത് കൂടിയാണ്. സർ, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ നയം സംഘപരിവാർ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുതരം സമരസപ്പെടൽ, കീഴടങ്ങൽ മനോഭാവം ഇതിനകത്ത് കാണാൻ കഴിയും. സർ, സംഘപരിവാർ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾ എല്ലാവർക്കും അറിയാം. കേരളത്തിൻ്റെ താൽപ്പര്യങ്ങൾ ഹനിക്കുന്നതാണ്. ആ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരായി ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ യാതൊന്നും പരാമർശിക്കപ്പെട്ടില്ല. സർ, ഇവിടെ നമ്മുടെ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾക്ക് മേൽ ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഒരുതരം രാഷ്ട്രീയ ദുരൂഹത ഉയർന്നു വന്നു എന്നുള്ളത് കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ട് അതിലേക്ക് പോകുന്നില്ല. പതിയെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കാവുന്നത്. സർ, നമ്മുടെ സംസ്ഥാനത്ത് നല്ല ഭൂരിപക്ഷത്തോടെ UDF ജയിച്ചു വന്നതിന് ശേഷം കണ്ടത് മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള വലിയ തർക്കം നടക്കുന്നതാണ്. അത് ആ പാർട്ടിയുടെ പ്രശ്നമാണ്. ഞങ്ങളാരും അതിൽ അഭിപ്രായം പറയാൻ പോയില്ല. പക്ഷേ തെരുവുകളിൽ ഗ്രൂപ്പ് യുദ്ധം സംഘടിപ്പിക്കുന്നതായി പിന്നീട് കാണാൻ കഴിയും. അതെല്ലാം കഴിഞ്ഞു ഭരണം തുടങ്ങി. സർ, തുടക്കത്തിൽ എന്താണ് കാണാൻ കഴിയുന്നത്? ഇവിടെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെടുന്നു എന്നതാണ് തുടക്കത്തിൽ തന്നെ ഉണ്ടായ പ്രതീതി. സർ, ഉന്നത ഉദ്യോഗസ്ഥലത്തിൽ നടത്തിയ മാറ്റങ്ങൾ അത് ഏകപക്ഷീയമായി പോയി എന്ന ആരോപണം മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉയരുകയാണ്. അവിടെയാണ് കൂട്ടുത്തരവാദിത്വത്തിൻ്റെ ഇല്ലായ്മ വരുന്നത്. സർ, ഇവിടെ BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഭരണഘടനാ മൂല്യങ്ങളെ അട്ടിമറിക്കാനും ഫെഡറൽ വ്യവസ്ഥയെ തച്ചു തകർക്കാനുമാണ് ശ്രമിക്കുന്നത്. പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കെതിരെ സാമ്പത്തിക ഉപരോധം, ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ കളി, ഇതെല്ലാം തുറന്നു വരികയാണ്. മതനിരപേക്ഷത അനുദിനം അപകടപ്പെടുത്തുന്ന സമീപനം ശക്തിപ്പെടുന്നു. പക്ഷേ ഇത്തരം നയങ്ങൾക്കെതിരെ
നയപ്രഖ്യാപനം കുറ്റകരമായ മൗനം പാലിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.